പിന്നെ സമയം ഇരുട്ടായി. അപ്പോൾ പുറത്തിങ്ങനെ വെറുതെ വന്നിരിക്കാണ് കേട്ടോ. അച്ഛനോട് കൂടെ ഞങ്ങളൊരു നാട്ടു വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാലും ഞങ്ങളിങ്ങനെ ഉമ്മറത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കും കേട്ടോ. വെറുതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. എൻ്റെ അച്ഛൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഏറ്റവും വലിയ സന്തോഷം അവർ പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. പ്രത്യേകിച്ച് കൂടുതൽ സമയം ടി വി ഫോണൊന്നും കാണാത്തതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ഇരിക്കാൻ ഒരാളുണ്ടെങ്കിൽ കുറേ നേരം ഇരുന്ന് സംസാരിക്കുകയും ഞങ്ങൾ മക്കൾ 4 പേര് വന്നാൽ ഈ കറ്റടിക്കൽ പതിവാണ് കേട്ടോ. എല്ലാവരും പാടെ ഇരുന്ന് സംസാരിക്കാൻ നല്ല രസമാണ്. അതിനിടയിൽ കൂടെ ആരെങ്കിലും ഫോൺ എടുത്താൽ അത് മൂഞ്ചിട്ടോ. പിന്നെ ആ സംസാരത്തിൻ്റെ താളാകെ തെറ്റിപ്പോവേ. വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിരിക്കുന്ന കതിർക്കോലൊക്കെ അമ്മയും അമ്മയും കൂടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അച്ഛനാണ് ഉണ്ടാക്കാൻ അറിയേണ്ടായിരുന്നത്. അച്ഛൻ മരിക്കുന്നതിന് മുന്നേ അമ്മയ്ക്കൊക്കെ പറഞ്ഞെടുത്തുകൊണ്ട് ഇപ്പോൾ അവർക്ക് ഉണ്ടാക്കാൻ അറിയാം. പിന്നെ കുറച്ച് സമയം അങ്ങനെ ചിത്തോട്ടനായിട്ട് ഞങ്ങൾ കളിച്ചിരിക്കും. ഞാനും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് അവൻ്റെ കൂടെ അങ്ങനെ കളിക്കാൻ കൂടും. അവന് വേറെ ആരുമില്ലല്ലോ കളിക്കാൻ. അപ്പോൾ ഞങ്ങളെ അങ്ങോട്ട് കൂടി കൊടുക്കും. രാത്രി കഴിഞ്ഞാലുള്ള അവൻ്റെ മെയിൻ ഹോബി പാടത്തിൻ്റെ ഭാഗത്ത് വീടായും കൊണ്ട് മിന്നിയും പാറ്റിയും പൂമ്പാറ്റയൊക്കെ ഇങ്ങനെ വന്നിരിക്കും ചുമരിൻ്റെ മുകളിലൊക്കെ. അപ്പോൾ അതിനിങ്ങനെ കാണോ തൊട്ട് നോക്കുക. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പണിയിട്ടോ. രാത്രി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കണ്ടോ. ആദ്യമൊക്കെ വീട്ടിൽ ചന്ദനത്തിലേക്ക് കത്തിച്ചേക്കുമ്പോഴേ നമ്മൾ ജനാലിൻ്റെ വാതിലിൻ്റെ ഇടയിലൊക്കെ അല്ലേ കുത്തിത്തറച്ചേക്കുക. ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യാറില്ലല്ലോ. അപ്പോൾ അതേപോലെ ഒരു കുഞ്ഞൊരു പൊട്ടണ കുപ്പിയിലാക്കി വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ ചന്ദനത്തിൽ ഇരുന്ന് കത്തിക്കോളും. ഇന്ന് വൈകുന്നേരം ഐസിത്തോട്ടൻ്റെ അച്ഛനും അച്ഛമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കുറേ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇരുന്ന് തട്ടണേ. മലപ്പുറത്ത് നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസം ആവാനായിട്ട്. അപ്പോൾ കുട്ടീനെ കാണാൻ കൊതിയായിട്ട് വേഗം വന്നതാണ് അച്ഛനും അമ്മയും. പിന്നെ ചോറിന് ഉച്ചക്കത്തെ കറിയും പിന്നെ പയറുപ്പേരി പിന്നെ പുഴമീൻ പൊരിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ചോറക്കൊണ്ടിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ കിണറ്റിൻ്റെ കയ്യിൽ നിന്ന് കയ്യും കാലൊക്കെ കഴുകിയിട്ടാണ് കിടക്കാൻ പോവാറ്. ഇത് ചെറുപ്പം തൊട്ട് അച്ഛൻ പഠിപ്പിച്ച് തന്നൊരു ശീലമാണ് കേട്ടോ. നമ്മളിപ്പോൾ മേല് കഴുകിയാലും ചോറ് കൊണ്ടിൽ കഴിഞ്ഞാൽ കയ്യും കാലൊക്കെ നന്നായിട്ട് വെറുതെ തുടച്ച് അതും പച്ചവെള്ളത്തിൽ തന്നെ മുഖമൊക്കെ കഴുകി കഴിഞ്ഞാൽ നല്ലൊരു സുഖം കിട്ടും കേട്ടോ. അങ്ങനെ ചെറുപ്പം തൊട്ടേ അത് ശീലാക്കിച്ചുകൊണ്ട് ഇപ്പോൾ വലുതായിട്ടും ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും കേട്ടോ. കിടക്കാൻ വേണ്ടിയിട്ട് റൂമിൽ പോയപ്പോൾ തന്നെ കറണ്ടും പോയിട്ടോ. അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് കൊള്ളാവും. എപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയാലും അപ്പം കറണ്ട് പോയിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ പല്ല് മാത്രം നിങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ അല്ലേ. അപ്പം ഇനി അടുത്ത വീഡിയോ നാളെ കാണാം. ടാ.